ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞായറാഴ്ച ആയിരുന്നു. അതുപോലെ വൈകിട്ട് എനിക്ക് പിന്നെ രാവിലെ തന്നെ അടുക്കളയിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. രാവിലത്തെ ചായക്കൊക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങാം കേട്ടോ. മുറ്റത്ത് ഇറങ്ങിയ കാലിൽ തട്ടാൻ പറ്റുന്ന പൂച്ച നല്ല വിളിക്കണം. ആ പൂച്ച കുഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല. പിന്നെ ഉച്ചയായപ്പോൾ കഴിഞ്ഞ് കൂട്ടാത്തിന് എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ച് ഞങ്ങൾ യാത്രയായിട്ടോ. എല്ലാ പണിയും കഴിഞ്ഞിട്ട് യാത്രയായി. യാത്ര പോണേൻ്റെ സന്തോഷമായിട്ടോ രാവിലെ മുഖത്ത് കാണണം. പോണേക്കാൾ മുമ്പ് പിന്നെ ആരുണ്ട് മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാണ്ട് പോയില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു തീറ്റ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ തീറ്റ കൊടുക്കുമ്പോൾ അതൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ആദ്യം ഉണ്ടായി ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായി കുരുകുരുന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞു തീറ്റ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓടി വരുമെന്ന് പറഞ്ഞ് കുറേ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കഴിഞ്ഞപ്പോൾ ഈ പായലൊക്കെ മാറ്റി നോക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുഞ്ഞു കണ്ണിന് പിടിക്കാൻ പറ്റും കുരു എന്നുള്ള കുറേ ഗപ്പി കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യം ഉണ്ടായ കുഞ്ഞുങ്ങളിൽ നിന്ന് പിന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. ഞങ്ങൾ ആദ്യമായിട്ട് മേടിച്ച ഗപ്പിയിൽ നിന്ന് ഉണ്ടായിട്ട് പിന്നെ ഉണ്ടായ കുഞ്ഞുങ്ങളാട്ടോ ഇതൊക്കെ. ഇത് മുറ്റത്തൊരു പാത്രത്തിലാണ് ഇട്ടേക്കണത്. പിന്നെ 2 കോഴി ഉണ്ടായിരുന്നതിൽ ഒരു കോഴി ചത്തു കേട്ടോ. പിന്നെ ഉള്ള ഒരു കോഴി കേട്ടോ, അത് ആ ഒറ്റയ്ക്ക് വിഷമിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ആ ഫ്രിഡ്ജ് ബോക്സിലിട്ട ഗപ്പി കുഞ്ഞുങ്ങളെ ഉണ്ടായിട്ടുണ്ട്. അതുങ്ങൾക്കും തീറ്റ കൊടുത്തു. അതിൽ കുറേ നമ്മളെ വാട്ടർ ക്യാപ്സ് എന്ന് പറഞ്ഞ ചെടിയില്ലേ, അത് കുറേ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതിലും കുറേ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതെ, നമ്മൾ ഓടി നടക്കാൻ നമുക്ക് കാണാൻ പറ്റും. തീറ്റ കൊടുക്കുമ്പോൾ നമ്മൾ ഓടി വരും കേട്ടോ. പിന്നെ നമ്മുടെ ഗോൾഡ് ഫിഷ് മുറ്റത്തേക്ക് ഇട്ടു കേട്ടോ. അതുങ്ങളെല്ലാം ഇപ്പോൾ അക്വേറിയത്തിലിടുമ്പോൾ അക്വേറിയം പെട്ടെന്ന് നീറ്റാവണില്ല. അത് പെട്ടെന്ന് വെള്ളം കലങ്ങണ്ട. അപ്പോൾ അതുകൊണ്ട് അതുങ്ങളെ ഞങ്ങൾ വേറെ പാത്രത്തിലേക്ക് മുറ്റത്തേക്ക് ഇട്ടു കേട്ടോ. അതുങ്ങൾക്ക് തീറ്റ കൊടുത്തു. അതുങ്ങൾക്ക് തീറ്റ ഇച്ചിരി കൂടുതൽ വേണമല്ലോ. പിന്നെ വേറെ പാത്രത്തിൽ വേറെ ഗപ്പികളെയൊക്കെ ഓരോരോ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ പിന്നെ അടുത്ത പാത്രത്തിൽ വേറെ ഗപ്പികൾ, പിന്നെ ഓരോ മോഡൽ ഗപ്പികളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് പേരൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അരുൺ അറിയാം. തീറ്റയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ആ വണ്ടിയൊക്കെ എടുക്കുമ്പോഴേക്കും ഞാൻ പിന്നെ എൻ്റെ ബബിൾസ് നാരങ്ങ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബബിൾസ് നാരങ്ങ പോയി നോക്കിയിട്ട് അത് വലുതായിട്ടുണ്ട്. മഞ്ഞ കളറൊന്നും ആയിട്ടില്ല കേട്ടോ. പിടിച്ചൊക്കെ വന്നുള്ളൂ, മഞ്ഞ കളറായിട്ട് വന്നുള്ളൂ കേട്ടോ. പിന്നെ രാവിലെ കോട്ട കേട്ടോ അവളുടെ കയ്യിലിരിക്കണേ. അവളുടെ കോട്ട അവൾ പിന്നെ സുരക്ഷിതമായിട്ട് പിടിച്ചോളും. പിന്നെ ഞങ്ങൾ പിന്നെ പോന്നു. കുറുമ്പടിക്ക് ആദ്യം പോകുമെന്ന് വിചാരിച്ചിട്ടോ. കുറുമ്പടിക്ക് പോയി എന്തെങ്കിലും കൂട്ടത്തിന് മേടിക്കാമെന്ന് വെച്ചിട്ട് പോണേ. അപ്പോൾ ആദ്യം തന്നെ മൂലൻസ് കയറാമെന്ന് വെച്ചു. മൂലൻസ് കയറി ശ്രാവണി പിന്നെ ഇങ്ങനെ ഇഷ്ടമാണല്ലോ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കാണാൻ മൂലൻസ് കയറി ഓരോ സാധനങ്ങളൊക്കെ നോക്കാമല്ലോ വിചാരിച്ച് കയറി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ രൂപങ്ങളിരിക്കണ്ടപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എടുക്കല്ലേന്ന് പറയാം കേട്ടോ. അവിടെ തൊട്ടൊക്കെ പറഞ്ഞു എടുക്കല്ലേന്ന് പറഞ്ഞു. കാരണം എടുത്തു കഴിഞ്ഞ് പിന്നെ കൈയിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനത്തിന് വില കൊടുത്തിട്ടാണോ ഒരു പോൻ്റെ വരുള്ളൂ. പിന്നെ ഓരോ സാധനങ്ങളിങ്ങനെ നോക്കി പക്ഷെ എന്തെങ്കിലും നോക്കി വരുമ്പോൾ എന്നെ കുഴപ്പമൊന്നും ചിലപ്പോൾ ഓരോന്നൊക്കെ എടുക്കും. അപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പൈസ കയറി കഴിഞ്ഞാൽ അതാ കുഴപ്പം. അവൾ ഓരോ ചില്ലാസിൽ മോളെ തൊട്ടലേട്ടാ പിന്നെ അതിൻ്റെ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവളെ ചീത്തറയായിട്ട് ചെയ്താൽ. പിന്നെ ഓരോ പ്ലേറ്റും അവിടുത്തെ ഇരിക്കുന്ന പാത്രം നല്ല ഭംഗി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും മീനെന്താണ് തീറ്റ മേടിക്കണമെന്നും പറഞ്ഞ് പിന്നെ നമ്മൾ ആ കടയിലേക്ക് പോയിട്ടോ. ഉച്ചവരെ വലിയ മഴയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ കോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടണ്ടാവുന്നില്ല കേട്ടോ. പിന്നെ ആ കടയിൽ ചെന്നപ്പോൾ കടയിൽ പിന്നെ പുതിയ കിളികളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ കുറച്ചൊക്കെ വീഡിയോ എടുത്തു. പിന്നെ പുതിയ കൂട്, പിന്നെ കുറേ മീനുകൾ, പല വെറൈറ്റി മീനുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോ മീനിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു. അന്ന് എടുത്തതാണല്ലോ. പിന്നെ ഒന്ന് എടുത്തു. പുതിയ മീൻ ആ വീഡിയോസൊക്കെ പുതിയ മീനിൻ്റെയൊക്കെ എടുത്തു. എല്ലാത്തിൻ്റെയും ഒന്ന് ചുറ്റും നടന്ന് കണ്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ആ കടയിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഭംഗിയുണ്ട്. കാണാനൊരു പ്രത്യേക ആംബിയൻസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് കണ്ട് നിൽക്കാൻ തോന്നും. ആ കട കയറി പിന്നെ ഇറങ്ങാൻ തോന്നില്ല. കാരണം പലതരത്തിലുള്ള വെറൈറ്റി മീനുകളൊക്കെ കാണുമ്പോഴേ നല്ലൊരു ഭംഗിയാണല്ലോ. ഞാൻ ഓരോന്നിനൊക്കെ പോയി നോക്കി ഓരോന്നിനും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ എൻ്റെ ഒരു മീൻ മേടിക്കാമെന്ന് പുറകെ ഉള്ള മീനിനെ കൊണ്ട് തന്നെ വീട്ടിൽ സ്ഥലമല്ല, ഇനി മീൻ മേടിക്കാനെന്നും പറഞ്ഞ് അവിടെ ചീത്തറയായിട്ട് ചെയ്താൽ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഓറഞ്ച് കളറുള്ള ഇത് ഭംഗിയാണ്. പിന്നെ അരുണിൻ്റെ വയറോ ബോക്സോ എന്താണ്ടൊക്കെ മേടിക്കണ്ടായിരുന്നു. ഇവിടെ തന്നെ മോട്ടറോ പിന്നെ എന്നോട് നമ്മൾ ഗൗരവ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ ഇടാം കേട്ടോ. അപ്പോൾ അതൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിയുള്ള പറ്റിയ തീറ്റ അങ്ങനെ മേടിക്കാനായിട്ട് പോയത്. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഇറങ്ങാമെന്ന് വെച്ചപ്പോൾ നല്ല മഴ. മഴയൊന്നും കുറയട്ടെ എന്ന് പറഞ്ഞ് പിന്നെ മീൻ കടയിലേക്ക് തന്നെ പോയിട്ടോ.
ആരും എന്നാൽ പിന്നെ മീൻ വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞ് മീൻ കടയിലേക്ക് കയറി. അവിടെ ചെന്ന് അവിടെ നിന്ന് ചേച്ചിയോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ തിരിച്ച് വന്ന് വീട്ടിൽ വന്നു. പിന്നെ അവളോട് വേഗം പഠിക്കാൻ പറഞ്ഞു കേട്ടോ. പഠിക്കുക. അപ്പോൾ അവൾ വേഗം എഴുതി വയ്ക്കാൻ പറഞ്ഞപ്പോൾ മടിയാണെങ്കിലും എന്താണോ പറഞ്ഞ് എഴുതി. പിന്നെ ഞങ്ങൾ ഇറച്ചിയാണ് മേടിച്ചത്. അപ്പോൾ പിന്നെ കപ്പയും മേടിച്ചു. കപ്പയും പുഴുങ്ങി ഇറച്ചിയും വച്ചു. എന്നിട്ട് കപ്പ ഇറച്ചിയും കഴിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളതായതുകൊണ്ട് പിന്നെ ഞാൻ കപ്പ കഴിച്ചില്ല കേട്ടോ. ചോറ് ഇച്ചിരി ഉണ്ടോയാണ് ചെയ്തത്. നമ്മൾ കഴിക്കണമെന്ന് വെച്ചാൽ മേടിച്ചത്, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് തോന്നി. പിന്നെ കുറച്ചുകൂടി എഴുതാനുണ്ട്. അപ്പോൾ അവളോട് എഴുതാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് ഇപ്പം നാളെ രാവിലെ എനിക്ക് എഴുതിക്കോളാം എന്നും പറഞ്ഞാൽ ഇരിപ്പാട്ടാണ് കാണുന്നത്. പിന്നെ എന്തിലാട്ടോ അവൾ രാവിലെ എഴുതിക്കോളാം ഇരിക്കുമെന്ന് വിചാരിച്ചാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് കഴിച്ചു.